नमस्ते मेरे प्यारे बच्चों, आप सबको मैं സഹാര ഓൺലൈൻ ക്ലാസ് में स्वागत करती हूँ. ടീച്ചറിൻ്റെ എല്ലാ മക്കളെയും ടീച്ചർ സഹാര ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. മക്കളെ, ഇന്ന് ടീച്ചർ എത്തിയിട്ടുള്ളത് 7th സ്റ്റാൻഡേർഡിലെ മക്കളുടെ ക്ലാസ്സുമായിട്ടാണ്. അപ്പോൾ 7th സ്റ്റാൻഡേർഡിൽ എല്ലാവരും റെഡിയാണല്ലോ? എല്ലാവരും ക്ലാസ്സിൽ എത്തിയിട്ടുണ്ടല്ലോ? എല്ലാവരുടെ കയ്യിലും ഹിന്ദി ടെക്സ്റ്റും ഒപ്പം ഒരു ഷാർപ്പൺ ചെയ്ത പെൻസിൽ കൂടി എടുക്കണം. ഇന്ന് നാം ഇക്കായി ദോ, അതായത് യൂണിറ്റ് 2ലേക്ക് പ്രവേശിക്കുകയാണ്. ഇക്കായി ദോയിലെ പാർട്ട് 1 ഫസ്റ്റ് ലെസൺ. അത് ഫസ്റ്റ് ലെസൻ്റെ പേര് അൻമോൽ ഖജാന എന്നാണ്. എന്താണ് മക്കളെ? അൻമോൽ ഖജാന. അപ്പോൾ ഇവിടെ അൻമോൽ ഖജാന എന്ന് പറഞ്ഞാൽ അത് ഒരു ചെറുകഥയാണ് കേട്ടോ മക്കളെ. നല്ലൊരു കഥ, ഒരു സ്റ്റോറിയാണ്. അപ്പോൾ നമുക്ക് ഇന്ന് മനോഹരമായ ആ കഥ, ശരിക്കും അതിലൊരു മോറലൊക്കെ ഉണ്ട്. നമുക്കതിൽ നിന്നും നമുക്ക് കിട്ടുന്ന മോറൽ എന്താണെന്നും നോക്കാം. ക്ലാസ് തുടക്കം മുതൽ ഒടുക്കം വരെ നിങ്ങൾ ശ്രദ്ധിച്ച് കാണുക. കണ്ടു കഴിഞ്ഞതിന് ശേഷം ക്ലാസ്സുകൾ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം. അതുപോലെ കൊച്ചു കൂട്ടുകാർക്കൊക്കെ ക്ലാസ്സുകൾ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ പുതിയ മക്കൾ ആരെങ്കിലും തന്നെ ക്ലാസ്സിൽ എത്തിയിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുമ്പോഴേക്കും ടീച്ചറിൻ്റെ ക്ലാസ്സിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കറക്റ്റ് ടൈമിൽ ലഭിക്കും. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോയാലോ? ആയിയേ മേരെ സാത്ത്. ടെക്സ്റ്റിൽ ഇക്കായി ദോ യൂണിറ്റ് 2 നിങ്ങൾക്ക് കാണാം. എന്താണ്? അൻമോൽ ഖജാന അല്ലേ? അപ്പോൾ അവിടെ നോക്കൂ മക്കളെ, നിങ്ങൾക്കൊരു മരം കാണാം. പക്ഷെ മരത്തിന് സാധാരണ നാം കാണുന്ന ഒരു ട്രീ പോലെയല്ല അല്ലേ? എന്തൊക്കെയോ ഒരല്പം സ്പെഷ്യാലിറ്റി ഉണ്ടല്ലേ? എന്താണത്? ഒന്ന് സൂക്ഷിച്ച് നമുക്ക് നോക്കാം. എന്തൊക്കെയോ ഇവിടെയുണ്ട്. ഇലകളും കായ്കളോടും ഒക്കെ ഒപ്പം മറ്റെന്താണ് അതിൻ്റെ ശിഖരങ്ങളിൽ കിടക്കുന്നത്? ബോലിയേ, ആ റുപ്പയ നോട്ട്സ് അല്ലേ? നോട്ടുകളല്ലേ? പണം അങ്ങനെ കായ്ച്ചു നിൽക്കുന്ന ഒരു മരം. മരത്തിന് ചുറ്റും ആൾക്കാരുണ്ട്. അവരുടെ കയ്യിൽ സഞ്ചിയും കുട്ടയും. പിന്നെയോ അത് നോക്കൂ, നാം ഓരോ ഈ പൈസകളെല്ലാം അടർത്തി എടുക്കാനായിട്ട് അവർ എന്തെല്ലാം സാധനങ്ങളാണ് കൊണ്ടുവന്നിട്ടുള്ളത് ഇല്ലേ? ഇവിടെ നിങ്ങൾക്ക് ആ റുപ്പയ എന്ന് എഴുതുന്നതിൻ്റെ ആ ഒരു സിമ്പലും കാണാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നാം അവിടെ കണ്ടു. ശരിക്കും എന്താ അവിടെ താഴെ ചോദിച്ചിരിക്കുന്നത്? ചിത്രമേ ക്യാ ക്യാ ദിഖായി ദേ രഹാ ഹെ. ചിത്രത്തിൽ എന്തൊക്കെയാണ് കാണാൻ കഴിയുന്നത്? അപ്പോൾ ചിത്രത്തിൽ നിങ്ങൾ എന്തൊക്കെ കാണുന്നു? എന്തൊക്കെയാണ് കാണപ്പെടുന്നത്? ആദ്യമായിട്ട് നമുക്ക് എന്തു പറയാം? വിശാൽ പേട് അല്ലെങ്കിൽ ബഡാ പേട് അല്ലേ? ഒരു വലിയ വൃക്ഷം നമുക്കവിടെ കാണാം. പിന്നെയോ ആത്മി, മനുഷ്യർ, ആളുകളെ നമുക്ക് കാണാം അല്ലേ? അവിടെ ഒത്തിരി ആളുകളില്ലേ? ആത്മിയെ കാണുന്നില്ലേ? ജി ഹാം, കാണുന്നുണ്ട്. പിന്നെയോ കയ്യിൽ എന്താ? ഒരാളിൻ്റെ കയ്യിൽ എന്തുണ്ട്? സഞ്ചി ഉണ്ടല്ലേ? സഞ്ചി എന്താണ് ഹിന്ദിയിൽ പറയുന്നത്? ജി ഹാം, thൈലി അല്ലേ? thൈലി. അപ്പം എന്തുണ്ട് കയ്യിൽ? thൈലി ഉണ്ട്. അപ്പം ബഡാ പേട്, ആത്മി, പിന്നെയോ thൈലി കണ്ടു. പിന്നെ എന്തുണ്ടാ മക്കളെ? നോക്കൂ, ഇവിടെ എന്താണ്? കുട്ട, ബാസ്ക്കറ്റൊക്കെ ഉണ്ടല്ലേ? അതിനെന്തു പറയും ഹിന്ദിയിൽ? ടോക്കര. എന്തു പറയും? ടോക്കര. അപ്പോൾ ഇവിടെ ടോക്കര അല്ലെങ്കിൽ ടോക്കരി ഉണ്ട്. നോക്കൂ, കുട്ടയൊക്കെ ഇടുന്നുണ്ട്. പൈസ എല്ലാം എല്ലാം വാരി ഇടാനായിട്ട് ഉള്ള എല്ലാ സാധന സാമഗ്രികളും ഉണ്ട്, ഓരോരുത്തരുടെയും കയ്യിലുണ്ട് ഇല്ലേ? പിന്നെയോ ഇനി അടുത്ത എന്താണ്? ഇവിടെ ഇതിൽ ഫ്രൂട്ട്സ് ഉണ്ട് അല്ലേ? ഫ്രൂട്ട്സ് ഉണ്ട്, പഴങ്ങളുണ്ട് അല്ലേ? ഇല്ലേ? ഉണ്ട്. ഫല്ലുണ്ട് അല്ലേ? ഫ്രൂട്ട്സ് ഉണ്ട്. പിന്നെയോ നിങ്ങൾക്ക് താഴെ എന്ത് കാണാം? സ്റ്റോൺസ്, കല്ലുകൾ കിടക്കുന്നത് കാണാം അല്ലേ? കല്ലുകളെ എന്തു പറയും? എന്താണ് പറയാറ്? പത്തർ അല്ലേ? അപ്പൊ പത്തറുണ്ട്. പിന്നെ എന്ത് കാണാം? പൂക്കൾ കാണാം അല്ലേ? പൂക്കളുണ്ട്. പൂക്കൾ എന്ന് പറഞ്ഞാൽ പൂക്കളെ നാം എന്തു പറയും? ഫൂൽ അല്ലേ? ഫൂൽ, പൂക്കളുണ്ട്. പിന്നെയോ ഇനിയും നോക്കിയാലോ? വീണ്ടും നമുക്ക് നോക്കിയാൽ ഇനിയും പല പല സാധനങ്ങൾ, തോട്ടിയൊക്കെ കാണാം അല്ലേ? തോട്ടിയൊക്കെ കാണാം. എന്തെല്ലാം സാധനങ്ങളാണ് നാം ഇതിനകത്ത് കാണുന്നത്. വലിയ ഒരു മരമുണ്ട്. അവിടെ ധാരാളം ആളുകളെ കാണാം. അവരുടെയൊക്കെ കയ്യിൽ സഞ്ചിയുണ്ട്, പിന്നെ കൊട്ടയുണ്ട്, പിന്നെ ഫ്രൂട്ട്സ് ഉണ്ട്. പിന്നെയോ മെയിനായിട്ടൊരു സാധനമുണ്ട്. എന്തായിരുന്നു അത്?
ആദ്യമേ നാം കണ്ടത് ജി ഹാം റുപ്പയ അല്ലേ, നോട്ട്സ്, നോട്ടുകളുണ്ട്, റുപ്പയേ നോട്ട്സ്, റുപ്പയേ നോട്ട്സ്. അങ്ങനെ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ നമുക്കിവിടെ കാണാം അല്ലേ. പിന്നെ അവരുടെ കാലുകൾ ചെരുപ്പ്, ഡ്രസ്സ്, അങ്ങനെ നോക്കിയാൽ ജൂത്ത, പൈജാമ, അങ്ങനെയെല്ലാം നോക്കിയാൽ ഓരോ കാര്യങ്ങളായിട്ട് നോക്കിയാൽ ഒത്തിരി കാര്യങ്ങൾ നമുക്കിവിടെ കാണാം. അപ്പം നോക്കൂ മക്കളെ, ഇപ്പോൾ ഏകദേശം നമുക്കിവിടെ നിന്ന് കണ്ട കാര്യങ്ങളൊന്ന് റീകളക്ട് ചെയ്യാം. എന്തൊക്കെയുണ്ട്? വലിയ ഒരു മരം അല്ലേ, ബഡാപ്പയുടെ. പിന്നെയോ ആദ്മി, ആളുകൾ, തൈലി, സഞ്ചി, ടോക്കര, കുട്ട, പിന്നെ റുപ്പയെ, നോട്ട്സ്, പിന്നെ ഫൽ, ഫ്രൂട്ട്സ്, ഫൂൽ, പൂക്കൾ. അപ്പോൾ പത്തർ, സ്റ്റോൺസ് അല്ലേ, പത്തർ, സ്റ്റോൺസ്. അപ്പോൾ ഇത്രയും സാധനങ്ങൾ നമുക്ക് ഈ ചിത്രത്തിൽ കാണാം. ഇനി അടുത്ത ക്വസ്റ്റ്യൻസ് നോക്കിയേ. പേട് കാ നാം ദേ. ഈ കൊടുത്തിരിക്കുന്ന പേട്, മരത്തിന് നമുക്കൊരു പേര് കൊടുക്കാം. അപ്പോൾ ശരിക്കും ഇവിടെ നോക്കിയാൽ എന്താണ് ഇവിടെ കൂടുതൽ മുന്നിട്ട് നിൽക്കുന്നത്? പണമാണ് അല്ലേ. പണത്തിനോടല്ലേ ആൾക്കാർക്ക് ആർത്തി തോന്നാറ് അല്ലേ. പണത്തിനോടുള്ള ആർത്തിയാണ് ഇവിടെ മരത്തിൽ പണമായിട്ട് നിങ്ങളെ കാണിക്കുന്നത് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊരു പണം കായ്ക്കുന്ന ഒരു മരമാണ്. അപ്പോൾ പേടുക്കോ നാം ദേ, മരത്തിന് പേര് കൊടുക്കാം. എന്ത് കൊടുക്കാം നമുക്ക്? ധൻകാ പേട്, പണം കായ്ക്കുന്ന മരം അല്ലെങ്കിൽ പണം തരുന്ന മരം, ധൻകാ പേട്. ഓക്കെ. അപ്പോൾ ഇനി നിങ്ങൾക്ക് ധൻകാ പേട് എന്ന മരം, അതായത് പണം കായ്ക്കുന്ന ഈ മരം തന്നുകൊണ്ട് നിങ്ങളെ എന്തോ ഒരു മോറൽ നിങ്ങളിലേക്ക്, ഒരു സീക്ക്, ഒരു ഗുണപാഠം നിങ്ങളിലേക്ക് എത്തിക്കാനാണ് ഈ യൂണിറ്റ് ഫുള്ള് ശ്രമിക്കുന്നത്. അപ്പോൾ ഈ യൂണിറ്റിൽ നമുക്ക് ആദ്യമായിട്ട് അൻമോൽ ഖജാന എന്ന കഥ, ഒരു കൊച്ചു ചെറുകഥ, നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടുന്നൊരു കഥയിലേക്ക് പോകാം. ആ കഥയിൽ ഒരു ചിത്രം തന്നെയാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. നമുക്ക് പാഠത്തിലേക്ക് പോകാം. നോക്കൂ മക്കളെ. കിസി ഗാവ് മേ വിക്രം നാമക് ഏക് യുവക് രഹ്താ ഥാ. കിസി ഗാവ് മേ വിക്രം നാമക് ഏക് യുവക് രഹ്താ ഥാ. ഏതോ ഒരു ഗ്രാമത്തിൽ വിക്രം എന്നു പേരുള്ള ഒരു യുവാവ് ജീവിച്ചിരുന്നു. ഏക് ദിൻ ബൈഠേ ബൈഠേ വഹ് സോച്നേ ലഗ. ഒരു ദിവസം ഇരുന്നിരുന്ന് അവൻ ചിന്തിച്ചു. എന്താണ് ചിന്തിക്കാൻ തുടങ്ങിയത്? मैं कैसे ढेर सारा धन कमाऊं और ആരാം സേ രഹും. വളരെ സിമ്പിളായിട്ടുള്ള ഒരു ചിന്തയാണ് അവനിലൂടെ വന്നത്. എന്താണ്? എങ്ങനെ എനിക്ക് ധാരാളം പണം സമ്പാദിച്ചിട്ട് എന്ത് ചെയ്യാം? വളരെ സമാധാനമായിട്ട് ആരാം സേ രഹും, വിശ്രമിച്ച് ജീവിക്കാം. അപ്പം ഇവിടെ ധൻ എന്ന് പറഞ്ഞാൽ സമ്പത്ത്, പണം. കമാന എന്താണ്? കമാന സമ്പാദിക്കുക. ആരാം റെസ്റ്റ് എടുക്കുക, നമുക്കറിയാം അതിൻ്റെ മീനിങ്. അപ്പോൾ ഠേർ സാര എന്ന് പറഞ്ഞാൽ വളരെയധികം. ഇപ്പോൾ ചെറിയ രീതിയിലുള്ള പണമൊന്നുമല്ല ആഗ്രഹിക്കുന്ന, വളരെയധികം പണമാണ് ആഗ്രഹിക്കുന്നത്. വളരെയധികം പണം എങ്ങനെ എനിക്ക് സമ്പാദിക്കാം, ആ സമ്പാദിച്ച പണം എങ്ങനെ സമാധാനമായിട്ട് ചിലവഴിക്കാം. ചെറിയ ഒരു ചിന്ത അല്ലേ. എന്താ നിങ്ങളെല്ലാം ചിരിക്കും? ചെറിയ ചിന്തയല്ലേ? അല്ല അല്ലേ, ഇതൊരു വലിയ ചിന്തയാണ് അല്ലേ. ഉസ്നെ ഇധർ ഉധർ ജാക്കർ അപ്നെ കൈ മിത്രോം സേ ജൽദി ധൻ കമാനെ കാ ഉപായ് പൂച്ച. അവൻ എന്ത് ചെയ്തു? ഇധർ ഉധർ, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോയി, ജാക്കർ പോയിട്ട്, അപ്പിനെ അവൻ്റെ കൈ മിത്രോം സേ, ഒരുപാട് സുഹൃത്തുക്കളോട്, ജൽദി ധൻ കമാനെ, ജൽദി മാനെ സഡൻലി, പെട്ടെന്ന്, ധൻ സമ്പത്ത് ലഭിക്കാൻ, സമ്പാദിക്കാനുള്ള ഉപായ്, സൂത്രങ്ങൾ, ഐഡിയകൾ, പൂച്ച അന്വേഷിച്ചു അല്ലെങ്കിൽ ചോദിച്ചു. ലേക്കിൻ ബട്ട്, എന്നാൽ കോയി ടോസ് ഉപായ് നിഹി മില, എന്നാൽ ആരിൽ നിന്നും കൃത്യമായ ഒരു ആൻസർ അവന് ലഭിച്ചില്ല. ടോസ് ഉപായ് മാനെ ഒരു ആക്യുറേറ്റ് ആയിട്ടുള്ള ആൻസർ, കറക്റ്റ് ആയിട്ടുള്ളൊരു ആൻസർ ആരിൽ നിന്നും ലഭിച്ചില്ല. അങ്ങനെ ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് പണം ഉണ്ടാക്കുന്ന സൂത്രം ആർക്കെങ്കിലും അറിയാമോ? അറിയില്ല. അങ്ങനെ അറിയാമെങ്കിൽ എല്ലാവരും ഈ ലോകത്തുള്ളവർ പണക്കാരാകില്ലേ അല്ലേ. അപ്പോൾ ആർക്കും അങ്ങനെ ഒരു ആൻസർ പറയാൻ സാധിച്ചില്ല.
സുബഹ് ക സമയ ഥ, രാവിലെയുള്ള സമയമായിരുന്നു. വിക്രം ഖേത്തോം സെ ഹോക്കർ ജാ രഹാ ഥ, വിക്രം വയലിലൂടെ നടന്നു പോകുകയായിരുന്നു. രാസ്തേ മേ ഏക് കിസാൻ സെ ഉസ്നെ ജൽദി ധൻ കമാനെ ക ഉപായ് പൂച്ച. രാസ്തേ മാനെ വഴിയിൽ, രാസ്തേ വഴിയിൽ, വഴിയിൽ ഒരു കിസാൻ നാം കണ്ടു. ആദ്യം കണ്ട ചിത്രത്തിൽ അതായിരുന്നു കാണിച്ചിരുന്നത്. അപ്പോൾ അവിടെ കണ്ട ഒരു കിസാൻ, ഒരു ഫാർമർ, ഒരു കൃഷിക്കാരനോട് ഉസ്നെ, ഉസ്നെ മാനെ കിസ്നെ, വിക്രമിനെ, വിക്രം എന്ത് ചെയ്തു, ജൽദി ധൻ കമാനേക്ക്, പെട്ടെന്ന് പണം സമ്പാദിക്കാനുള്ള സൂത്രം ചോദിച്ചു. കിസാനെ വിക്രം കോ ബെദായ, കൃഷിക്കാരൻ വിക്രമിനോട് പറഞ്ഞു. എന്താ പറഞ്ഞത്? ഗാവ് കെ ഉസ് പാർ ഏക് സജ്ജൻ രഹത്തെ ഹെ, ഗാവ് കെ ഉസ് പാർ, ഗ്രാമത്തിന്റെ അവിടെ അങ്ങേറ്റത്തായിട്ട്, ആ ദിശയിൽ, ഒരു ദിശയിലേക്ക് കാണിച്ചിട്ട് ആ ദിശയിലേക്ക് ചൂണ്ടിക്കാണിച്ചവർ കൊണ്ട് പറഞ്ഞു, അവിടെ ഒരു സജ്ജൻ, ഒരു നല്ല മനുഷ്യൻ താമസിക്കുന്നുണ്ട്. ഉൻകാ നാം വിശ്വനാഥ്, അദ്ദേഹത്തിന്റെ പേരെന്താണ്? വിശ്വനാഥ്. അപ്പൊ ഗാവ് കെ ഉസ് പാർ മേ ഏക് ആദ്മി രഹത്തെ ഹെ ഓ ഏക് സജ്ജൻ ഹെ, അവിടെ ഒരു മനുഷ്യൻ ജീവിക്കുന്നുണ്ട്, അയാൾ ഒരു നല്ല മനുഷ്യൻ, സജ്ജനാണ്. അയാളുടെ പേരെന്തെന്നാ പറഞ്ഞത്? ബോലിയ മക്കളെ. ജി ഹാം, വിശ്വനാഥ് അല്ലേ, വിശ്വനാഥ് എന്ന്. ഷായദ് വേ കോയി ആസാൻ തരീക ബതാ സക്തേ, ഷായദ്, ഷായദ്, ഷായദ് മാനെ പെർഹാപ്സ്, ഒരു പക്ഷേ, ഒരു പക്ഷേ അദ്ദേഹം കോയി ആസാൻ, ഏതെങ്കിലും എളുപ്പമായ തരീക്ക, തരീക്ക മാനെ ഉപായ്, സെയിം മീനിങ് ആണ് കേട്ടോ മക്കളെ. ഒരു എന്തെങ്കിലും പുതിയ ഒരു ഐഡിയ അദ്ദേഹത്തിന് ബതാ സക്തേ ഹെ, പറയാൻ കഴിയും. കാരണം അദ്ദേഹം ഒരു നല്ല മനുഷ്യനാണ്. അദ്ദേഹത്തിന് ഒരു പക്ഷേ നിന്റെ ഈ ചോദ്യത്തിന് പെട്ടെന്ന് പണം സമ്പാദിക്കാനുള്ള ഈ പുതിയ വഴി എന്തെങ്കിലും അദ്ദേഹത്തിന് പറയാൻ സാധിക്കും എന്ന് നമ്മുടെ കൃഷിക്കാരൻ പറഞ്ഞു. ഇത് കേട്ടപാടെ എന്താ ചെയ്തത് വിക്രം? വിക്രം ജൽദി ജൽദി വിശ്വനാഥ് കെ ഘർ കി ഓർ ചൽപട, പെട്ടെന്ന് തന്നെ, ജൽദി ജൽദി സഡൻലി, പെട്ടെന്ന് തന്നെ വിശ്വനാഥിന്റെ വീട്ടിലേക്ക് നടന്നു. ആര് നടന്നു? വിക്രം നടന്നു. അപ്പൊ വിക്രമിന്റെ മനസ്സിൽ എത്രയും പെട്ടെന്ന് പണം സമ്പാദിക്കുക എന്നത് മാത്രമേ ഉള്ളൂ. നോക്കൂ, ഉസ്കെ ദ്വാർ പർ പഹുഞ്ച് കർ, അദ്ദേഹത്തിന്റെ ദ്വാർ, ദ്വാർ മാനെ ഡോർ, അദ്ദേഹത്തിന്റെ ഡോറിൽ എത്തിക്കൊണ്ട് വിക്രമിനെ ദേഖാക്കി ദ്വാർ ഖുലാ ഹുവാ ഥാ. അപ്പൊ അദ്ദേഹത്തിന്റെ വീട്ടുപടിക്കൽ ആരെത്തി? വിക്രം എത്തി. വിക്രമിനെ ദേഖാക്കി, വിക്രം കണ്ടു. അവിടെ എത്തി വിക്രം കണ്ടത് എന്താണ്? ദ്വാർ ഖുലാ ഹുവാ ഥാ, ഡോർ ഓപ്പൺഡ് ആയിരുന്നു, ഡോർ ഓപ്പൺ ചെയ്തിട്ടിരിക്കും, തുറന്നു കിടക്കുകയായിരുന്നു. ഓർ വിശ്വനാഥ് കമരേമേ ബൈഠേത്, അതുപോലെ വിശ്വനാഥ് എന്ന് പറയുന്ന ആ സജ്ജൻ, ആ നല്ല മനുഷ്യൻ കമരേമേ, റൂമിൽ ഇരിക്കുകയായിരുന്നു. വിക്രമിനെ ഉനെ പ്രണാം കിയ, ഒരാളെ കണ്ട ഉടനെ നമ്മൾ എന്ത് ചാടിക്കയറി പോകില്ല, അയാളോട് നമസ്തേ പറയും അല്ലേ. അപ്പൊ ഇവിടെ വിക്രമും എന്ത് ചെയ്തു? ആ വ്യക്തിയെ പ്രണാം കിയ, നമസ്തേ പറഞ്ഞു. അവർ ഉൻകെ സാമനെ ബൈഠുകയ, എന്നിട്ട് അദ്ദേഹത്തിന്റെ അടുക്കൽ പോയി ഇരുന്നു. അപ്പൊ എന്താണ് നാം കണ്ടത്? എളുപ്പം പണമുണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ വിക്രം എന്ത് ചെയ്യുന്നു? എന്ത് ചെയ്യാൻ സാധിക്കുമെന്ന് ചിന്തിക്കുന്നു. ആ ചിന്തയിൽ നിന്നും അദ്ദേഹം വയലേലകളിലൂടെ നടക്കുന്നു. നടന്നു പോകുന്ന വഴിക്ക് കിസാനെ, ഒരു ഫാർമറെ കാണുന്നു. എപ്പോഴും നാം ഒരു കഥ പഠിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു ഘടന ഓരോന്നും കണ്ടിന്യൂസ് ആയിട്ട് ഓർത്ത് നോക്കണം. അപ്പോൾ ആ കിസാനോട് ചോദിക്കുന്നു, എന്താണ് ഇതിനൊരു വഴിയെന്ന് ചോദിക്കുന്നു. അപ്പോൾ കിസാൻ പറഞ്ഞു, ഈ ഗ്രാമത്തിൻ്റെ അങ്ങേയറ്റത്ത് ഒരു നല്ല മനുഷ്യൻ താമസിപ്പുണ്ട്, അദ്ദേഹത്തിൻ്റെ പേര് വിശ്വനാഥ് എന്നാണ്, അദ്ദേഹത്തിനൊരു പക്ഷേ നിനക്ക് എന്തെങ്കിലും വഴി പറഞ്ഞു തരാൻ സാധിക്കുമെന്ന് പറഞ്ഞു. ഇത് കേട്ടപാടെ വിശ്വനാഥ് അദ്ദേഹത്തിൻ്റെ വീട്ടിലെത്തുന്നു. വീട്ടിൽ ചെന്നപ്പോഴോ ഡോറെല്ലാം തുറന്നു കിടക്കുകയാണ്. റൂമിൽ ആരിയ്ക്കുന്നു? ബോലിയെ വെച്ചോ, വിശ്വനാഥ് ഇരിക്കുന്നു. വിശ്വനാഥിന്റെ അടുത്ത് ചെന്ന് അദ്ദേഹത്തോട് എന്ത് പറഞ്ഞു? അദ്ദേഹത്തെ വന്ദിച്ചു. എന്നിട്ട് അദ്ദേഹത്തിന്റെ അടുക്കൽ ഇരുന്നു. ആയിയെ മേരെ സാത്ത്. നോക്കോ, ജയ്സേ ഹി വിശ്വനാഥിനെ ആംഖേം ഖോലി, വിക്രം ने अपने मन की बात कही. അപ്പോൾ ജയ്സേ ഹി വിശ്വനാഥിനെ ആംഖേം കോലി, അപ്പോൾ വിശ്വനാഥ് കണ്ണടച്ചിരിക്കുകയായിരുന്നു കേട്ടോ. അദ്ദേഹം എന്ത് ചെയ്തു? പതുക്കെ കണ്ണുകൾ തുറന്നു. വിക്രമിനെ അപ്പിനെ മൻ കി ബാത്ത് കഹി, അപ്പൊ അവൻ എന്ത് ചെയ്തു? അവന്റെ മനസ്സിലെ കാര്യം പറഞ്ഞു. എന്തായിരുന്നു? മേ ബഹുത് ഗരീബ് ഹും, ഞാൻ വളരെ പാവപ്പെട്ടവനാണ്. ആപ്പ് മുझे ജൽദി ധൻ കമാനെ കാ കോയി ഉപായ് ബതായിയേ. മേ ബഹുത് ഗരീബ് ഹും, ഞാൻ വളരെ പാവപ്പെട്ടവനാണ്, അതായത് ഞാൻ വളരെ ദരിദ്രനാണ്. ആപ്പ് മുझे, അങ്ങ് മുझे എനിക്ക് ജൽദി പെട്ടെന്ന് ധൻ കമാനേക്ക് പണം സമ്പാദിക്കാനുള്ള
കോയി ഉപായ് എന്തെങ്കിലും ഒരു വഴി ബതായിയെ പറഞ്ഞു തരൂ എന്ന് ആരോട് പറഞ്ഞു? നമ്മുടെ വിശ്വനാഥിനോട് ആര് പറഞ്ഞു? വിക്രം പറഞ്ഞു. ഓക്കെ, അപ്പൊ അദ്ദേഹം എന്തു പറഞ്ഞു? തും വസന്ത് നഗർ മേ ജാവൂ, നീ എന്ത് ചെയ്യണം? വസന്ത നഗരത്തിലേക്ക് പോകണം. അപ്പൊ ഒരു നഗരത്തിന്റെ പേരാണ് വസന്ത നഗരം. അപ്പൊ നീ ആ വസന്ത നഗരത്തിലേക്ക്, ആ നഗരത്തിലേക്ക് പോകണം. എന്തിനാണ് മക്കളെ? നോക്കൂ, വഹാം ഏക് ആദ്മി 20,000 रुपये में മനുഷ്യക്ക് ആംഖേം ഖരീദാ ഹൈ. എന്താണ് പറഞ്ഞത്? വഹാം ഏക് ആദ്മി, അവിടെ ഒരു മനുഷ്യൻ 20,000 रुपये में 20,000, അതായത് 20,000 രൂപയ്ക്ക് മനുഷ്യക്ക് ആങ്കെ, മനുഷ്യന്റെ കണ്ണുകൾ ഖരീദാഹെ വാങ്ങുന്നു. അപ്പൊ അവിടെ ഒരു മനുഷ്യനുണ്ട്, മനുഷ്യന്റെ കണ്ണുകൾ വാങ്ങും അയാൾ. പക്ഷെ കണ്ണുകൾ വാങ്ങിയിട്ട് എത്ര രൂപ കൊടുക്കും? 20,000 രൂപ കൊടുക്കും. തും അപ്പിനെ ആങ്കേം ബേച്ചതോ? വിക്രം കോ ആശ്ചര്യ ഹുവ. അപ്പൊ എന്ത് പറഞ്ഞു? തും അപ്പിനെ ആങ്കേം ബേച്ചതോ, നീ നിന്റെ കണ്ണുകൾ വിൽക്കൂ, അപ്പോൾ നിനക്ക് എത്ര രൂപ കിട്ടും? 20,000 അല്ലേ, 20,000 രൂപ കിട്ടും. വിക്രം കോ ആശ്ചര്യ ഹുവ, വിക്രം അത്ഭുതപ്പെട്ടു. ഇതെന്താ ഈ പറയുന്നത്? വിക്രമിന് എന്താണ് മറുപടി പറഞ്ഞത്? അപ്പിനി ആങ്ക് ബേച്ചതും, എന്റെ കണ്ണ്, സ്വന്തം കണ്ണുകൾ വിൽക്കാനോ? ഫിർമേ ദേഖുങ്കാ കൈസേ, പിന്നെ ഞാൻ എങ്ങനെ കാണും എന്ന് ചോദിച്ചു. ഫിർമേ ദേഖുങ്കാ കൈസേ, പിന്നെ എനിക്ക് എങ്ങനെ കാണാൻ സാധിക്കും? കണ്ണുകൾ പോയാൽ പിന്നെ കാണാൻ സാധിക്കുമോ എന്ന് വിക്രം ചോദിക്കുന്നു. ടീക്ക് ഹേ तो 15,000 में अपने दोनों पैर बेच दो. അപ്പൊ നിനക്ക് കണ്ണുകൾ വിൽക്കാൻ താല്പര്യമില്ലെങ്കിൽ ശരി, ഓക്കെ, ടീക്ക് ഹേ, ശരി. തോ എന്നാൽ 15,000 മേം, 15,000 രൂപയ്ക്ക് അല്ലെങ്കിൽ 15,000 റുപ്പീസിന് അപ്പിനെ ദോനോ പെയർ ബേച്ച് ദോ, നിന്റെ 2 പെയർ, എന്താ മക്കളെ? ജി ഹാം, കാലുകൾ, നിന്റെ 2 കാലുകളും വിൽക്കൂ എന്ന് പറഞ്ഞു. അപ്പൊ ആദ്യം കണ്ണ് വിൽറ്റാൽ എത്ര രൂപ കിട്ടുമെന്ന് പറഞ്ഞു? 20,000 അല്ലേ. ഇപ്പോ എന്താണ് പറഞ്ഞത്? അത് അവന് താല്പര്യമില്ലാത്തപ്പോൾ പയർ, കാലുകൾ ബേച്ചതോ, ദെൻ എത്ര രൂപ കിട്ടും? 15,000 അല്ലേ. ഓക്കെ, അപ്പൊ അടുത്ത നോക്കൂ, ക്യാ പെയർ ബേച്ചതോ തോ ചലൂങ്കാ കേസേ. വിക്രം ഹൈറാൻ ഹുവ. ഇതെന്തായി പറയുന്നത്? കാലുകൾ വിൽക്കാനോ? പിന്നെ എങ്ങനെ ഞാൻ ചലൂങ്ക നടക്കും? ഞാൻ എങ്ങനെ നടക്കും? വിക്രമിന് അത്ഭുതമായി. ഇപ്പൊ വിക്രം ആകെ വിചാരിച്ചു, പണം സമ്പാദിക്കാൻ എളുപ്പ വഴിക്ക് വന്നപ്പോൾ ആദ്യം കണ്ണ് കൊടുക്കാൻ പറയുന്നു, ഇപ്പൊ കാല് കൊടുക്കാൻ പറയുന്നു. അപ്പൊ ഉടനെ നമ്മുടെ വിശ്വനാഥ് വീണ്ടും പറഞ്ഞു, തോ 25,000 മേ അപ്പനെ ദോനോ ഹാത്ത് വെച്ചതോ. അങ്ങനെയാണെങ്കിൽ നീ ഒരു കാര്യം ചെയ്യൂ, 25,000, 25,000 രൂപ നിനക്ക് ലഭിക്കും. നീ എന്ത് ചെയ്യൂ? നിന്റെ ദോനോ ഹാത്ത്, 2 കൈകളും ബേച്ചതോ, വിൽക്കൂ എന്ന് പറഞ്ഞു. ഇപ്പോൾ വിക്രം എന്താ പറഞ്ഞത് മക്കളെ? അപ്പിനെ ഹാത്തോം കോ ബിന മേ കാം കേസേ കരും. ഇതെന്താണ്? എനിക്ക് കൈകളില്ലെങ്കിൽ ഞാൻ എങ്ങനെ ജോലി ചെയ്യും? എനിക്ക് കൈകളില്ലാതെ ഒന്നും ചെയ്യാൻ സാധിക്കില്ലല്ലോ. അപ്പൊ കൈകളില്ലാതെ ഞാൻ എന്താ ചെയ്യേണ്ടത് എന്ന്, ഞാൻ എങ്ങനെ എൻ്റെ കാര്യങ്ങൾ നോക്കും എന്ന് ചോദിക്കുന്നു. അപ്പോൾ നമ്മുടെ വിശ്വനാഥ് എന്താ പറഞ്ഞത്? തോ തും അപ്പനെ പൂരാ ശരീർ ഹി ബേച്ച് ദോ, തുമേ 1,00,000 റുപ്പയ മിലേഗ. വളരെ നല്ല സൊല്യൂഷനാണ് വിശ്വനാഥ് പറഞ്ഞത്. എന്താ മക്കളെ പറഞ്ഞത്? തോ തും അപ്പനെ ശരീർ ഹി ബേച്ച് ദോ, നീ എന്താ ചെയ്യുക എങ്കിൽ പിന്നെ നീ നിന്റെ ശരീരം, മൊത്തം ബോഡി മൊത്തം എന്ത് ചെയ്തോളൂ? വിറ്റോളൂ. മൊത്തം ബോഡി നിന്നെ ഫുള്ളായിട്ട് നീ വിൽക്കുമ്പോൾ നിനക്ക് എത്ര രൂപ ലഭിക്കുന്നു? 1,00,000, 1,00,000 അല്ലേ, 1,00,000 രൂപ ലഭിക്കുന്നു. അപ്പൊ ഇത്രയും 1,00,000 രൂപയ്ക്ക് നീ നിന്നെ തന്നെ ഒന്ന് വിറ്റോളൂ എന്ന് വിശ്വനാഥ് പറഞ്ഞു അല്ലേ. എളുപ്പം പണം കിട്ടാനുള്ള മാർഗം അറിയണ്ടേ? അപ്പൊ അതിനെല്ലാം നമ്മുടെ വിശ്വനാഥ് വിക്രമിനോട് ഓരോ വഴികളും പറഞ്ഞു കൊടുത്തു. എന്തൊക്കെയായിരുന്നു പറഞ്ഞത്? നമുക്കൊന്ന് അതിലൂടെ പോകാം. ആദ്യം വന്ന് സ്വന്തം അവസ്ഥ പറയുന്നു. വിക്രം എന്ന അവസ്ഥ, ഇപ്പൊ താൻ ദരിദ്രനാണെന്നുള്ള തൻ്റെ അവസ്ഥ, സ്റ്റേജുകൾ പറയുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, വിശ്വനാഥ് പറഞ്ഞു, നീ വസന്ത നഗറിൽ പോയി 20,000 റുപ്പീസിന് നിന്റെ കണ്ണുകൾ വിറ്റോളാൻ പറയുന്നു. അപ്പോൾ ആർക്ക് സമ്മതമല്ല? വിക്രമിന് സമ്മതമല്ല. അപ്പോൾ അടുത്ത എന്താണ് നമ്മുടെ വിശ്വനാഥ് പറഞ്ഞത്? ബോലിയേ ജി ഹാം
15,000 അല്ലേ, 15,000 റുപ്പീസിന് നിന്റെ കാലുകൾ വിൽക്കാൻ പറയുന്നു. അപ്പോൾ അതിനും താല്പര്യമുണ്ടോ വിക്രമിന്? താല്പര്യമില്ല. അപ്പോൾ പിന്നെ അടുത്ത എന്താ പറഞ്ഞത്? ജി ഹാം 25,000 25,000 2 കൈകൾ വിൽക്കാൻ പറയുന്നു. അതിൽ താല്പര്യം ഉണ്ടാവുന്നുണ്ടോ വിക്രമിന്? ഇല്ല, ഒരിക്കലുമില്ല. വിക്രം വീണ്ടും താല്പര്യമില്ലാത്ത അവസ്ഥയിൽ നിൽക്കുമ്പോൾ വീണ്ടും വിശ്വനാഥ് അടുത്ത സൊല്യൂഷൻ പറയുന്നു. പൂരാ ശരീർ ബേച്ചതോ തുമേ 1,00,000 റുപ്പയ മിലേക, അല്ലേ, ഫുൾ ബോഡി വിൽക്കുമ്പോൾ നിനക്ക് 1,00,000 രൂപ ലഭിക്കുമെന്ന് പറയുന്നു. അയ്യേ മേരെ സാത്ത് അബ് ക്യാ ഹോ ഗയാ, നീ എന്താ സംഭവിച്ചത് നോക്കൂ മക്കളെ. വിശ്വനാഥ് की बातें सुनकर विक्रम ने ക്രോധ് ഔർ ദുഃഖ് കെ സാത്ത് കഹ. വിശ്വനാഥിന്റെ ഈ കാര്യങ്ങളെല്ലാം, വിശ്വനാഥ് പറഞ്ഞ കാര്യങ്ങളെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴേക്കും വിക്രം എന്ത് ചെയ്തു? വിക്രമിന്റെ മനസ്സിൽ ദേഷ്യവും ഒപ്പം സങ്കടവും ഒക്കെ വന്നു. അവൻ എന്ത് ചെയ്യുന്നു? സ്വന്തം അവയവങ്ങളൊന്നും പോവാതെ ഏതെങ്കിലും രീതിയിൽ എളുപ്പത്തിൽ പണമുണ്ടാക്കാമോ എന്നറിയാൻ വന്നതാണ്, അല്ലേ. അപ്പൊ ഇവിടെ എന്താണ് സംഭവിച്ചത്? അങ്ങനെയൊന്നും കിട്ടൂലെന്ന് അവന് മനസ്സിലായി. അപ്പം ആ കിട്ടാത്തതിൻ്റെ ദുഃഖവും അതുപോലെ ഈ സ്വന്തം അവയവം പോകുന്ന ദേഷ്യവും ഒക്കെ ഉണ്ട്. എല്ലാ ദേഷ്യവും സങ്കടവും ഒക്കെ നിറഞ്ഞുകൊണ്ട് അവൻ പറഞ്ഞു, നെഹി നെഹി, ഇല്ല ഇല്ല, 1,00,000 റുപ്പയെ മിൽനെ പർ ഭി मैं ऐसा नहीं करूँगा. 1,00,000 റുപ്പയെ, 1,00,00,000 രൂപ കിട്ടിയാൽ പോലും, പർഫി മിൽനെ പർഫി കിട്ടിയാൽ പോലും, मैं ऐसा नहीं करूँगा, എനിക്ക് 1,00,00,000 രൂപ തരാമെന്ന് പറഞ്ഞാൽ പോലും ഞാൻ എന്ത് ചെയ്യില്ല, ഒരിക്കലും എൻ്റെ ഒരു ശരീരഭാഗങ്ങളും ഞാൻ വിൽക്കില്ല എന്ന് പറഞ്ഞു. വിശ്വനാഥിനെ മുസ്കരാക്കർ സമജായ. അപ്പോൾ ഇത്രയും ഈ ഒരു കാര്യം അവനെ മനസ്സിലാക്കിക്കുക എന്നതായിരുന്നു ഈ മനുഷ്യൻ്റെ ഉദ്ദേശം. വിശ്വനാഥ് ചിരിച്ചുകൊണ്ട് സമജായ അവനോട് പറഞ്ഞു മനസ്സിലാക്കി. അരേ ഭായി, അല്ലയോ സഹോദര, अपने शरीर को इतना मूल्यवान समझते तो तुम गरीब कैसे हो. അല്ലയോ സഹോദര, अपने शरीर, സ്വന്തം ശരീരത്തിന് ഇത്നാ മൂല്യവാൻ സമജ്തേ തോ, ഇത്ര വിലപിടിപ്പുള്ളതായി നീ കരുതുന്നുവെങ്കിൽ, തോ തും ഗരീബ് കൈസേ ഹോ, പിന്നെ നീ എങ്ങനെ ദരിദ്രനാകും? നിന്റെ ശരീരത്തിന് നീ ഇത്രയും വിലപിടിപ്പ്, ഇത്രയും രൂപ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് പോലും നീ നിന്റെ ശരീരം കൊടുക്കുവാൻ തയ്യാറല്ല. അത്രയ്ക്ക് മൂല്യമുള്ളതാണ് നിന്റെ ശരീരം. ഇത്രയും മൂല്യമുള്ള ശരീരമുള്ള നീ എപ്പോഴെങ്കിലും ദരിദ്രനാണെന്ന് പറയുന്നതിൽ അർത്ഥമുണ്ടോ എന്ന് വിശ്വനാഥൻ ചോദിക്കുന്നു. ഈ ചോദ്യം ശരിക്കും വിക്രമിനോടല്ല, നാം ഓരോരുത്തരോടുമാണ് കഹാനിക്കാർ ചോദിക്കുന്നത്. കാരണം ഇതൊരു കറക്റ്റ് ഒരു ചോദ്യം തന്നെയാണ്. എന്താണ് മക്കളെ കാരണം? ഇങ്ങനെ മടി പിടിച്ചു കിടക്കുന്ന ഒരു ജനസമൂഹം ഇന്നുണ്ട്, അല്ലേ. അപ്പൊ ആ മടി പിടിച്ചു കിടക്കുന്ന ജനസമൂഹത്തെ ഒന്ന് മാറ്റിയെടുക്കുക. ഈ കഥയിലൂടെ അതാണ് ഉദ്ദേശിക്കുന്നത്. മടി പിടിച്ചു കിടക്കുന്ന സമൂഹത്തെ നമ്മിലുള്ള നമ്മുടെ ശരീരത്തെ നാം മൂല്യമായിട്ട് മനസ്സിലാക്കുക. അതുപോലെ എന്ത് ചെയ്യുക? നാം നല്ല രീതിയിൽ നമ്മുടെ കഷ്ടപ്പെട്ട് പരിശ്രമിച്ച് എന്തും നേടുക. അപ്പൊ പരിശ്രമിച്ച് നേടുന്നതിന് മാത്രമേ മൂല്യമുള്ളൂ എന്നർത്ഥം. അപ്പം നാം എന്ത് നേടണമെങ്കിലും എങ്ങനെ നേടണം? പരിശ്രമിച്ച് നേടണം. പരിശ്രമിച്ച് നേടുന്നതിന് കൂടുതൽ മൂല്യം വരും. പരിശ്രമിച്ചാൽ നമുക്ക് നേടാൻ കഴിയാത്തതായി ഒന്നും തന്നെ ഇല്ല. ജാവോ, പോകൂ, തുമാരാ ശരീർ ഹി ഏക് അൻമോൽ ഖജാന ഹേ. അപ്പോൾ ആദ്യം ടീച്ചർ ഈ വേർഡിൻ്റെ അർത്ഥം പറഞ്ഞില്ല. പറയാത്തതിന് കാരണം ഈ പാഠത്തിൻ്റെ ലാസ്റ്റിലാണ് ശരിക്കും നിങ്ങൾ ആ വേർഡിൻ്റെ അർത്ഥം മനസ്സിലാക്കാനുള്ളത്. ജാവോ, പോകൂ, തുമാരാ ശരീർ ഹി ഏക് അൻമോൽ ഖജാന ഹേ. നിന്റെ ശരീരം എന്ന് പറയുന്നത് അൻമോൽ, വിലമതിക്കാനാവാത്ത അമൂല്യമായ ഒരു ഖജാനാഹേ, ഒരു നിധിയാണ്. അപ്പം നിന്റെ ശരീരമെന്ന് പറയുന്നത് എന്താണ്? അൻമോൽ ഖജാനയാണ്. അപ്പൊ ഈ കഥയ്ക്ക് ഈ പേരെന്തുകൊണ്ടും യോജിക്കുന്നില്ലേ? തീർച്ചയായിട്ടും യോജിക്കുന്നുണ്ട്, അല്ലേ. അപ്പൊ ഇപ്പോൾ നിങ്ങൾക്ക് ഇനി നിങ്ങളുടെ മനസ്സിൽ നിന്ന് ഈ അൻമോൽ ഖജാന, അമൂല്യമായ നിധി എന്ന ഈ ഒരു വേർഡ് നിങ്ങളുടെ മനസ്സിൽ തറയും. നിങ്ങളുടെ മനസ്സിൽ നിന്ന് ഒരിക്കലും ഇതിൻ്റെ അർത്ഥം പോകില്ല. ജാവോ തുമാരാ ശരീർ ഹി ഏക് അൻമോൽ ഖജാന ഹി, ഇസ്കാ ഉപയോഗ കരോ. ഇതിനെ എന്ത് ചെയ്യൂ? ശരിയായ രീതിയിൽ നീ ഉപയോഗിക്കൂ. വിക്രം കി ആംഖേ ഖുൽ ഗയി. നോക്കൂ, അപ്പൊ വിക്രമാകുന്ന യുവാവ് അല്ലെങ്കിൽ ഇന്നത്തെ യുവതലമുറയുടെ
കണ്ണ് തുറപ്പിക്കാനായിട്ടാണ് ഈ സ്റ്റോറി. അതായത് ഇപ്പോൾ വിക്രമിന് എങ്ങനെയാണോ പരിശ്രമത്തിൻ്റെ വില മനസ്സിലാക്കിയ നമ്മുടെ ശരീരത്തിൻ്റെ വില, ഇപ്പം നമ്മിലുള്ള ആ കഴിവുകൾ ഉപയോഗിച്ച് നാം പരിശ്രമിക്കുക, നമുക്ക് വിജയങ്ങളിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും. അപ്പം നല്ലൊരു മോറൽ തന്നുകൊണ്ടാണ് ഈ സ്റ്റോറി അവസാനിക്കുന്നത്. അപ്പം നന്നായിട്ട് എല്ലാവരും 2 times ഈ സ്റ്റോറി വായിക്കുക. വായിച്ച് മിടുക്കരായിരിക്കുമ്പോഴേക്കും ടീച്ചർ അടുത്ത ക്ലാസ്സുമായിട്ട് ഉടനെ എത്തുന്നതാണ്. ക്ലാസ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, അതുപോലെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. പുതിയ മക്കൾ ആരെങ്കിലും തന്നെ ക്ലാസ്സിൽ എത്തിയിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പം നമുക്ക് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. ബെച്ചോ, ധന്യവാദ്.